Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. മോർഗേജ് ഗ്യാരണ്ടി പദ്ധതി പ്രകാരം ചെറുപ്പക്കാർക്ക് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യാൻ ലേബർ ഒരുങ്ങുന്നു. പദ്ധതി ഇന്ന് പ്രഖ്യാപിക്കുന്നതിനാൽ കൂടുതൽ യുവാക്കളെ പാർപ്പിട ഗോവണിയിൽ എത്തിക്കുമെന്ന് ലേബർ വാഗ്ദാനം ചെയ്യും. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നിലവിലുള്ള മോർഗേജ് ഗ്യാരണ്ടി സ്കീം വലിയ നിക്ഷേപങ്ങൾ ലാഭിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഗ്യാരണ്ടിയായി സർക്കാർ പ്രവർത്തിക്കുമെന്ന് പാർട്ടി പ്രതിജ്ഞയെടുക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 1.5 ദശലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കപ്പെടുമെന്ന് അവകാശപ്പെടുന്ന സർ കീർ സ്റ്റാർമർ ഭവന ലക്ഷ്യങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ആസൂത്രണ സംവിധാനത്തിന്റെ ഒരു നവീകരണത്തിനും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അറിയിക്കും. 14 വർഷത്തെ ടോറി സർക്കാരിന് ശേഷം കഠിനാധ്വാനികളായ നിരവധി ആളുകൾക്ക് വീടിന്റെ ഉടമസ്ഥാവകാശം എന്ന സ്വപ്നം അപ്രാപ്യമാണ് എന്ന് സ്റ്റാർമർ അഭിപ്രായപ്പെട്ടു. യുകെയിൽ ഈക്കോളി പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര ആരോഗ്യ മുന്നറിയിപ്പ്. ദേശീയമായി വിതരണം ചെയ്ത ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈക്കോളി പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് സംശയം. ഇതിനെ തുടർന്ന് അടിയന്തര ആരോഗ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. രോഗം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നിരവധി ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു. യുകെയിൽ റിപ്പോർട്ട് ചെയ്ത 113 കേസുകളിൽ ഭൂരിഭാഗവും ഒറ്റപ്പൊട്ടിത്തെറിയുടെ ഭാഗമാണ് എന്ന് പരിശോധന സൂചിപ്പിക്കുന്നു. എന്നാൽ ഉറവിടമെന്ന് കരുതുന്ന ഭക്ഷണ ഇനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെന്നും UK HSA പറഞ്ഞു. 2 വയസ്സ് മുതൽ 79 വയസ്സ് വരെയുള്ളവരിലാണ് കേസുകൾ ഉണ്ടാകുന്നത്. അവ കൂടുതലും യുവാക്കളിലുമാണ്. ഇംഗ്ലണ്ടിലെ NHSനായി തയ്യാറാക്കിയ വർക്ക് ഫോഴ്സ് പ്ലാൻ പ്രകാരം 2025 ലക്ഷ്യമിട്ട നഴ്സുമാരിൽ 10,000-ലേറെ പേരുടെ കുറവ് നേരിടുമെന്ന് കണക്കുകൾ. സ്റ്റുഡന്റ് നഴ്സുമാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ വലിയ ഇടിവാണ് ഇതിന് കാരണമാകുന്നത്. ഈ ട്രെൻഡ് തുടർന്നാൽ അടുത്ത 2 വർഷത്തിൽ ലക്ഷ്യമിട്ട തോതിൽ നിന്നും NHSൽ 10,952 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കുറവ് നേരിടും. ഇത് വിദേശ നഴ്സുമാരെ കൂടുതൽ ആശ്രയിക്കാൻ ഇടയാകും. വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിലുള്ള കുറവ് മൂലം ഇംഗ്ലണ്ടിലെ ഹെൽത്ത് സർവീസിൽ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫലപ്രദമാകാതെ പോകുമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് നൽകി. ഇത് പരിഗണിച്ച് അടുത്ത ഗവൺമെന്റിനോട് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി തയ്യാറാക്കാനാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. 2025-26 ഇൻടേക്കിൽ സ്റ്റുഡന്റ് നഴ്സ് ആപ്ലിക്കേഷനിൽ വർധനവ് സൃഷ്ടിക്കാനുള്ള പ്ലാൻ വേണമെന്നും RCN പറയുന്നു. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച NHS ലോങ് ടേം വർക്ക് ഫോഴ്സ് പ്ലാൻ പ്രകാരം ഇംഗ്ലണ്ട് NHS നഴ്സുമാരുടെ എണ്ണം 2036-37 വർഷമാകുമ്പോൾ 3,50,000-ൽ നിന്നും ഏകദേശം 5,80,000 എന്ന നിലയിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ചാനൽ കടക്കുന്നതിനിടെ ബോട്ട് അപകടത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ 80ഓളം കുടിയേറ്റക്കാരെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാവിലെ കെൻ തീരത്ത് നിന്ന് 10 മൈൽ അകലെ കുടിയേറ്റക്കാരുടെ ബോട്ട് അപകടത്തിൽപ്പെട്ടെന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ 2 ബോർഡർ ഫോഴ്സ് കപ്പലുകൾ, 2 ലൈഫ് ബോട്ടുകൾ, 2 ഫ്രഞ്ച് കപ്പലുകൾ, 2 കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ ലൈഫ് ബോട്ടുകൾ പ്രദേശത്ത് തിരിച്ചിൽ നടത്തിയെങ്കിലും ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. UK ലൈഫ് ബോട്ടുകൾ രക്ഷപ്പെടുത്തിയവരെ ഡോവറിലേക്ക് കൊണ്ടുപോകും. ഹോം ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ആദ്യ 4 മാസങ്ങളിൽ 7,500 കുടിയേറ്റക്കാർ ചെറിയ ബോട്ടുകൾ വഴി UKയിൽ എത്തിയിട്ടുണ്ട്. 2023-ൽ 29,437 കുടിയേറ്റക്കാർ ഫ്രാൻസിൽ നിന്ന് കെന്റ് തീരത്തെത്തിയിരുന്നു. ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള കുടിയേറ്റം ജൂലൈ 4 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വിഷയങ്ങളിൽ ഒന്നുകൂടെയാണ് എന്നതും ഓർമ്മിക്കപ്പെടണം. ഇനി നാട്ടിലെ വാർത്തകൾ. തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞെങ്കിലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി താൽക്കാലികമായി നിയമിച്ച സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് വേതനം നൽകിയില്ലെന്ന് പരാതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 മാസത്തോളമായിട്ടും വേതനം നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. SPC, NCC, എക്സ് സർവീസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നായി ഇടുക്കി ജില്ലയിൽ മാത്രം 900ഓളം പേരെയാണ് നിയോഗിച്ചത്. ഇവർക്ക് 2 ദിവസത്തെ വേതനമായി 2,600 രൂപയാണ് നൽകേണ്ടത്. മുൻ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വൗച്ചറിൽ ഒപ്പിട്ട് വേതനം നൽകുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ വേതനം നൽകാത്ത സാഹചര്യത്തിൽ ഡ്യൂട്ടി ചെയ്ത പലരും ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഫണ്ട് ലഭ്യമായില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഫണ്ട് ലഭ്യമല്ലാത്തതിനാലാണ് SPOമാർക്ക് വേതനം കൊടുക്കാൻ വൈകുന്നതെന്ന മറുപടിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റും കൈക്കൊള്ളുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ ശക്തി വിളിച്ചോതി ജൂൺ 9-ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. NDAക്ക് 300-ൽ കൂടുതൽ MPമാരുടെ പിന്തുണ ഉറപ്പായെന്നാണ് സൂചന. 7 സ്വതന്ത്രരും SKM സൊറാം പീപ്പിൾസ് ഫ്രണ്ട്, മേഘാലയയിൽ നിന്നുള്ള VPP എന്നീ പാർട്ടികൾ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചെന്നാണ് അറിയുന്നത്. 1 സീറ്റുള്ള പഴയ സഖ്യകക്ഷി ശിരോമണി അകാലിദളിനോടും പിന്തുണ നേടിയിട്ടുണ്ട്. NDA പാർലമെന്ററി യോഗം ഇന്ന് രാവിലെ 9:30-ന് പാർലമെന്റിൽ ചേർന്ന് മോദിയെ നേതാവായി തിരഞ്ഞെടുക്കും. ഈ യോഗത്തിൽ MPമാർക്ക് പുറമെ BJP മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, സംസ്ഥാന അധ്യക്ഷന്മാർ എന്നിവരും പങ്കെടുക്കും. തുടർന്ന് നേതാക്കൾക്കൊപ്പം മോദി രാഷ്ട്രപതിയെ സന്ദർശിച്ച് സർക്കാരിന് അവകാശവാദം ഉന്നയിക്കും.
സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള +1 പ്രവേശനത്തിന് വിദ്യാർത്ഥികളിൽ നിന്ന് അനധികൃത ഫീസ് ഈടാക്കുന്നത് തടയാൻ പ്രത്യേക സ്ക്വാഡ്. സംസ്ഥാന ജില്ലാതലത്തിൽ രൂപീകരിച്ച സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധനകൾ നടത്തും. പ്രവേശനത്തിന്റെ അലോട്ട്മെന്റ് കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമേ വാങ്ങാവൂവെന്ന് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി ചില സ്കൂൾ അധികൃതർ ഉയർന്ന ഫീസ് ഈടാക്കുന്നതായി പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് സ്ക്വാഡ് രൂപീകരിച്ചതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. അനധികൃത പിരിവ് കണ്ടെത്തിയാൽ സ്കൂൾ അധികൃതർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചവരുടെ പ്രവേശനം ഇന്ന് വൈകിട്ട് 5-ന് അവസാനിക്കും. 12-ന് രണ്ടാമത്തെയും 19-ന് മൂന്നാമത്തെയും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. പരാതി നൽകാൻ ഇമെയിൽ ictsalDHSC@gmail.com എന്ന വിലാസവുമായി ബന്ധപ്പെടാം. ഇനി സ്പോർട്സ് വാർത്തകൾ. ഗോൾഡൻ ബോയ് അവാർഡിന് അർജന്റീനയുടെ യുവതാരം അലഹാൻഡ്രോ ഗർനാച്ചോ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ആദ്യ 10-ൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരേയൊരു അർജന്റീനക്കാരനാണ് ഗർനാച്ചോ. ടുട്ടോ സ്പോർട്ട് നൽകുന്ന ഈ അവാർഡ് 21 വയസ്സിന് താഴെയുള്ള യൂറോപ്പിലെ 1-ാം ഡിവിഷനിൽ കളിക്കുന്ന മികച്ച താരങ്ങളെ കണ്ടെത്താനുള്ള അവാർഡാണ്. ലാമിനെ യമാൻ, ജോവോ നെവ്സ്, വാരൻ ഷെറമരി, ലെനോയാറോ, സാവിയോ കോബി മൈനു, പൗ കുബാസി, അലക്സാണ്ടർ പാവ്ലോവിച്ച്, റിക്കോലോയിസ് എന്നിവർക്കൊപ്പമാണ് അർജന്റീനക്കാരൻ ഗർനാച്ചോ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. നായകൻ സുനിൽ ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ മികച്ച കളി പുറത്തെടുത്തിട്ടും കുവൈറ്റിനോട് ഇന്ത്യ ഗോൾ രഹിത സമനില വഴങ്ങുകയായിരുന്നു. ഛേത്രിയുടെ അവസാന മത്സരം കാണാൻ 50,000-ലേറെ കാണികളാണ് സാൾട്ട് ലേക്കിലേക്ക് എത്തിയത്. ഛേത്രിയുടെ ഓരോ ടച്ചും അവർ നിറഞ്ഞ കൈയടികളിൽ ആവേശകരമാക്കി. പരിക്കേറ്റ സന്ദേശ് ജിങ്ങാന്റെ അഭാവത്തിൽ നിഖിൽ പൂജാരി, രാഹുൽ ഭേക്കെ, അൻവർ അലി, ജയ് ഗുപ്ത എന്നിവരെ പ്രതിരോധത്തിന്റെ ചുമതലയേൽപ്പിച്ചാണ് ഇഗോർസ്റ്റി മാച്ച് ടീമിനെ ഇറക്കിയത്. ലാലിയൻ സുവാല, ചാങ്തെ, അനിരുദ്ധ് ഥാപ്പ, സുരേഷ് സിംഗ്, ലിസ്റ്റൻ കൊലാസോ എന്നിവരായിരുന്നു മധ്യനിരയിൽ. മുന്നിൽ ഛേത്രിയെയും തൊട്ടുപിന്നിൽ സഹൽ അബ്ദുൽ സമദിനെയും ഇറക്കി 4-4-1-1 ഫോർമേഷനിലാണ് ടീം ഇറങ്ങിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.67 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.